ഗ്രൂപ്പ് ഇമെയിൽ ചെയ്യാൻ പറ്റാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർവേഡ് ചെയ്യാനോ സൗകര്യമെന്ന് വിചാരിക്കുക. ഇങ്ങനെ മനുഷ്യന്മാരുടെ കോലങ്ങളൊന്നും വിടരുത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാക്കണ്ട. ആർക്കത് വേണ്ടത്? ദുആ ചെയ്യാൻ വേണ്ടി പറയാം. മനുഷ്യന്റെ ശരീരത്തിന്റെ ഹുർമത്തില്ലേ, ആ ഹുർമത്ത് പാലിക്കണ്ടേ? വികൃതമായ രീതിയിൽ ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ അങ്ങനെ മയ്യത്തിന്റെ ഫോട്ടോ ഒക്കെ മോർച്ചറിയിൽ നിന്ന് എടുത്ത് വിടുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കി. അങ്ങോട്ട് വിടുകയാണ് ഫോട്ടോ വീട്. എനിക്ക് കിട്ടി, ഞാൻ എക്സ്ക്ലൂസീവ്. ആരൊക്കെ ഇവിടെ മത്സരം? മനുഷ്യന്റെ ഇജ്ജത്തില്ലേ? മനുഷ്യന്റെ ശരീരത്തിന് ഇജ്ജത്തില്ലേ? ഒരാൾക്കൊരു അഭിമാനമല്ലേ? അപ്പൊ ഈ പെണ്ണിന്റെ വിഷയം ഹോസ്പിറ്റലിൽ പോയവരൊക്കെ ഫോട്ടോ എടുത്ത് വിടാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദയവ് ചെയ്ത് മരിക്കാത്തവരും മരിച്ചു എന്ന് പറയാം, റോങ് മെസ്സേജ് റൂമറുകൾ സ്പ്രെഡ് ചെയ്യിക്കുക, അതൊക്കെ വളരെ വളരെ ഹീനസ് ആക്ട്സ്. വി ഷുഡ് നെവർ ഡു ഇറ്റ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. വെറുതെ എന്ത് ചെയ്യരുത്, ഫിത്ന ഫസാദ് വലിച്ചെടുക്കുക. അതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. ഇത് ഏത് വീഡിയോ ആകട്ടെ. ഇപ്പൊ ഈ വാട്സപ്പൊക്കെയുള്ള കാലമായതുകൊണ്ട് എന്ത് വീഡിയോ അപകടപ്പെടുത്തുന്ന ഭയങ്കര ഭീകരമായ പല വീഡിയോസും വിടും. അതൊക്കെ കാണുന്ന മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോകും. അതൊന്നും അങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല. ആരെങ്കിലും ഇട്ട് വേഗം ഡിലീറ്റ് ചെയ്തോ, അതൊന്നും ഫോർവേഡ് ചെയ്യണ്ട. കാണുന്നവർ മുഴുവൻ അയച്ചു കൊടുക്കുക. അതിൽ പലതും മനുഷ്യരെ പച്ചക്ക് തലയറുത്ത് കൊല്ലുന്നത് വരെ മനുഷ്യന്മാർക്ക് വീഡിയോ വരുന്നില്ലേ? ഇത് കാണാനും പാടില്ല, കൊടുക്കാനും പാടില്ല, ആർക്കും അയച്ചു കൊടുക്കാനും പാടില്ല. ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. ആരത് വീഡിയോ എടുത്താലും. പിന്നെ കുറ്റം ചെയ്യുന്നവർ ആരൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കുറ്റക്കാരാണ്. അങ്ങനെ ഭീകരമായ കാഴ്ചകൾ ഉണ്ടാവും. പല അഡ്വഞ്ചർ ലോകത്ത് നടക്കും. ഭീകരമായി പിടിപ്പെടുത്തുന്ന പല കാഴ്ചകളും. നമ്മുടെ ഡൽഹിയിലെ കുട്ടി ആ വീട് കടന്ന ആ മൃഗത്തിന്റെ മുമ്പിൽ കടന്ന സംഭവം വരെ, അതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അധമത്വമല്ലേ? ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ വെച്ചിരിക്കുക മനുഷ്യന്മാര്. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുക. എന്താണ് ആ ഭീകരമായ രംഗം? ഒരു മൃഗത്തിന്റെ മുമ്പിലേക്ക് ആർക്കാണത് കാണേണ്ടത്? അത് കേട്ടാൽ തന്നെ ഭീകരല്ലേ? ആർക്കാണത് കാണാനുള്ള ധൈര്യമുള്ളത്? ദുആ ചെയ്യേണ്ട വിഷയം ദുആ ചെയ്യണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം എഴുതി വെക്ക്. ടൈപ്പ് ചെയ്യാൻ പറ്റൂല, നീ ഒന്നും ചെയ്യണ്ട. ഫോട്ടോകളും വീഡിയോകളും വിടരുത്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനസ്സ് പൊട്ടിക്കുന്ന സംഗതികൾ ചെയ്യരുത്. ദയവ് ചെയ്തിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഇതൊക്കെ ദുരുപയോഗം ചെയ്യരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.